ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പാസ്ത വെച്ചിട്ടാണ്. അതെ, വൈറ്റ് സോസ് പാസ്ത. നമ്മൾ വെജിറ്റബിളും കൂടെ ആഡ് ചെയ്തിട്ടാണേ. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന പാസ്ത പെന്നി പാസ്തയാണ്. പാസ്ത പല വിധമുണ്ട് കേട്ടോ. അതിൽ ഞാൻ പെന്നി പാസ്ത വിത്ത് വെജിറ്റബിൾ. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മീറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാവേ, അത് നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ ഇന്നിവിടെ വെജിറ്റബിൾ ആയിട്ട് ക്യാപ്സിക്കവും ക്യാരറ്റും കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്, അത്രമാത്രം. ഓരോരുത്തരുടെ ചോയ്സാണേ ഇതിൻ്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്ത് പോകണം എന്നുള്ളത്. ഇപ്പം ഞാൻ 1 കപ്പ് പാസ്തയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഞാൻ ഒരു 4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതായത് പാസ്ത മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നന്നായി കുക്കായി കിട്ടണ്ടേ, അതിനാണേ നികക്ക വെള്ളം ഒഴിക്കണം. അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. എൻ്റെ കുക്കിംഗ് സ്റ്റൈലാണ് ഞാൻ പറയുന്നത്. അപ്പം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനകത്തേക്ക് പാസ്ത ഇട്ടു. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതായത് പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സമയത്ത് തന്നെ ഇട്ട് പോകണം. അതിനുശേഷം നമുക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണേ. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒഴിക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്തകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ റിഫൈൻഡ് ഓയിൽ, സോൾട്ട്, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പാസ്ത നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ അതവിടെ നിന്ന് കുക്കാവട്ടെ. പാസ്ത ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഒക്കെ ഉണ്ടല്ലോ അല്ലേ, ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. ഞാൻ ഒന്നും കഴിക്കാറില്ല, വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കാറുണ്ട്. പാസ്തയൊക്കെ ഇങ്ങനെ പല ഇതിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. ഇതിന് ഏകദേശം ഒരു 9 തൊട്ട് 12 മിനിറ്റ് വരെ വേണം കേട്ടോ നന്നായി കുക്ക് ചെയ്ത് വരാൻ. അപ്പോൾ കുറച്ച് ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റി ആയിട്ടൊരു പാസ്ത കഴിച്ചാലോ. ഇത് ഭയങ്കര ഈസിയാണ്, നമുക്കുള്ള റെസിപ്പിയായി നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് റെസിപ്പി ഈസിയാന്ന് പറഞ്ഞപ്പം എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ പാസ്ത വെന്തിട്ടുണ്ട്. ഞാനത് ഒന്ന് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പം അതിനുവേണ്ടി വേറെ പാത്രത്തിനകത്തേക്ക് മാറ്റി. കാരണം നമുക്ക് പാസ്ത മാത്രമായിട്ട് മതിയല്ലോ, അതിൻ്റെ വേറെ വെള്ളവും കാര്യങ്ങളൊന്നും വേണ്ട. പാസ്തയെ മാറ്റിയതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ, തണുത്ത വെള്ളം. റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം, സാധാ വെള്ളമായാലും ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്കും പാസ്ത ഇതാ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഉണ്ട്. ഇത് ഇങ്ങനെ നമ്മൾ ഓയിൽ ഒഴിക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർ കരിഞ്ഞ് പിടിക്കാതിരിക്കാനാണ്. ബട്ടർ മെൽറ്റായി വരുന്നുണ്ട്. ഈ സമയം ഫ്ലെയിം വളരെ കുറച്ചായിരിക്കും കേട്ടോ, തീ കുറച്ച് വെക്കണേ. അല്ലെങ്കിൽ ബട്ടർ കരിയാനൊക്കെ ചാൻസ് ഉണ്ട്, ഈ കളറൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അത് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. തീ എപ്പോഴും കുറച്ച് വെച്ചുകൊണ്ടിരിക്കണേ. ഇനി നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഈ ബട്ടറിനകത്തേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണേ. നല്ല ഫ്ലേവറാണ് കേട്ടോ ഇങ്ങനെ ബട്ടറൊക്കെ ചേർത്ത് നല്ല വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരുന്നത് പാസ്തയ്ക്കകത്ത് ചെയ്യുന്നേ. പാസ്തയ്ക്കകത്ത് ഒരു മെയിൻ ഐറ്റം ആണല്ലോ. ഇനി ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതായത് നമ്മുടെ വറ്റൽമുളക് പൊടിച്ചത് ക്രഷ് ചെയ്തെടുത്തത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ. അത് ഞാൻ ഏകദേശം ഒരു ടീസ്പൂണോ അടുത്ത് 1/2 ടീസ്പൂൺ അടുത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ചോയ്സ് ആണേ. ഇത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുകയാണേ. അതായത് വെളുത്തുള്ളി ഇട്ടു, നമ്മുടെ ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ടു. അതെല്ലാം സോട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും ക്യാപ്സിക്കും ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് സോട്ട് ചെയ്ത് വെജിറ്റബിൾ സോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ മീറ്റ് യൂസ് ചെയ്യാന്നുള്ള കാര്യം. അത് അങ്ങനെ നിങ്ങൾ മീറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഓൾറെഡി നേരത്തെ തന്നെ കുക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് അത് ലാസ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്താൽ മതിയേ. ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കുക്കിംഗ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഫ്രഷ് ക്രീം, ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് ഈ കുക്കിംഗ് ക്രീം ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് വൈറ്റ് സോസ് പാസ്തയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ കേട്ടോ, നിസ്സാരമാണ്. ഒരു 50 ഗ്രാം ഏകദേശം നിങ്ങൾക്ക് ഒരു ബട്ടർ എടുക്കാം. എന്നിട്ട് 1 ടീസ്പൂണോളം മൈദ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് കട്ട കെട്ടാതെ കുറച്ച് മിൽക്കും പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് പതുക്കെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും തീ കുറച്ച് വെക്കണം. ഒരു തിക്ക് കൺസിസ്റ്റൻസി വരുമല്ലോ, അങ്ങനെ വരുന്നതാണ് അതിൻ്റെ ഒരു കണക്ക്. അതായത് വൈറ്റ് സോസ് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇതിന് പകരം ഒഴിച്ചു കൊടുക്കുക. അതായത് ഫ്രഷ് ക്രീമിന് പകരം ആഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് നിങ്ങൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയും എല്ലാം ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ ഫ്രഷ് ക്രീമിനകത്തേക്ക് പാസ്ത ഇട്ടു, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതൊരു 1/2 ടീസ്പൂണോളം ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒറിഗാനോ ഇതിൻ്റെ ഒരു നല്ലൊരു മസ്റ്റ് ആയിട്ട് എന്ന് പറയാം, നല്ല ഫ്ലേവർ ആണല്ലോ. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? നല്ല ഫ്ലേവറുള്ള നല്ല എമ്മി ആയിട്ടുള്ള ഒരു പാസ്തയാണ് കേട്ടോ. അതിനുശേഷം സ്ലൈസ്ഡ് ആയിട്ടുള്ള ചീസ് വെച്ചിട്ടുണ്ടേ. ഈ ചീസ് ഇതിൻ്റെ ഒരു മെയിൻ ഐറ്റം ആയിട്ടാണ് വരുന്നത്. ഈ ചീസും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ചീസ് ചെഡാർ ചീസാണേ. അതായത് 3 സ്ലൈസ് ഇട്ടിട്ടുണ്ട്, ഏകദേശം ഒരു 1/2 കപ്പ് എന്ന് പറയാം. ഇതാണ് ഇതിൻ്റെ പരുവം. ഇങ്ങനെ ഇരിക്കും കേട്ടോ. അതായത് അധികം ലൂസും അല്ല അധികം തിക്കും അല്ല, നല്ല ക്രീമി ആയിട്ട് കിട്ടും. നല്ല എമ്മിയാണ്, കാണാൻ എന്ത് ഭംഗിയാല്ലേ. ഞാൻ സെർവിംഗ് ബൗളിലേക്ക് മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല ക്രീമിയാന്നുള്ള കാര്യം. അതെ, കാണുന്ന പോലെ തന്നെ നല്ല എമ്മി ആയിട്ടുള്ള നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ആർക്ക് വേണേലും ഉണ്ടാക്കാവുന്നതുള്ളൂ, നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതുള്ളൂ. നോക്കിക്കേ എന്ത് ഭംഗിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ? തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാവും, അത്ര നല്ല റെസിപ്പിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്, നല്ല എമ്മി ആയിട്ടുള്ള പെന്നി പാസ്ത വെച്ചുള്ള വൈറ്റ് സോസ് പാസ്ത. അപ്പോൾ കഴിഞ്ഞ ഞങ്ങളുടെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും വളരെയധികം നന്ദി. ഇപ്പോൾ കൂടുതൽ വീഡിയോയ്ക്ക് കാത്തിരിക്കുക. കൂടുതൽ നല്ല റെസിപ്പീസായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോയ്ക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി പറയുന്നു. Please subscribe and stay tuned.